സംസ്ഥാനത്തെ വൈദ്യുത ഉപഭോക്താക്കൾക്ക് മേൽ സർചാർജ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് അധിക ബാധ്യത വരുത്തിവെച്ചുകൊണ്ട് ഈ മാസം യൂണിറ്റിന് 2 പൈസ വീതം ഇന്ധന സർചാർജ് ഈടാക്കാൻ KSEB തീരുമാനിച്ചു. പ്രതിമാസ ബിൽ ലഭിക്കുന്നവർക്കും ദ്വൈമാസ ബില്ലുള്ള ഉപഭോക്താക്കൾക്കും ഒരേ നിരക്കിലായിരിക്കും സർചാർജ് ബാധകമാകുക. കഴിഞ്ഞ മാസത്തിൽ യൂണിറ്റിന് 1 പൈസയായിരുന്നു സർചാർജ് ഈടാക്കിയിരുന്നത്. ഏപ്രിൽ മാസം പുറത്തുനിന്ന് വൈദ്യുതി എത്തിച്ചതിൽ 5.48 കോടി രൂപ അധിക ചിലവാണ് ബോർഡിനുണ്ടായത്. ഈ ബാധ്യത ഇന്ധന സർചാർജായി ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാനാണ് ബോർഡിന്റെ തീരുമാനം. രാജ്യസഭ സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആകെ 27 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 10 സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന 24 ഒഴിവുകളിലേക്കുള്ള വോട്ടെടുപ്പും മഹാരാഷ്ട്ര, തമിഴ്നാട്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകളുമാണ് നടക്കുക. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു. ജൂൺ 8 വൈകിട്ട് 3 വരെ പത്രിക സമർപ്പിക്കാവുന്നതാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പേരിൽ വിതരണം ചെയ്ത സ്കൂൾ ബാഗുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെയും ചിത്രം. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ നിർധന കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ എന്ന പേരിലാണ് ഇവ വിതരണം ചെയ്തത്. എന്നാൽ വിതരണം ചെയ്ത ബാഗിൽ മേയറുടെയും മോദിയുടെയും ചിത്രവും മേയർ കെയർ എന്ന ക്യാപ്ഷനുമാണ് ഉണ്ടായിരുന്നത്. സംഭവം പുറത്തു വന്നതോടെ വലിയ വിവാദമായി. കുട്ടികൾക്ക് നൽകിയ പഠനോപകരണങ്ങളിൽ പോലും പാർട്ടി പരസ്യം പതിപ്പിക്കാൻ ശ്രമിച്ച തിരുവനന്തപുരം മേയർക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്ന ആരോപണത്തെ തുടർന്ന് എൻഡലിയിൽ നിന്നുള്ള MLA സന്ദീപൻ സഹ, ഉലുബേരിയ പൂർബയിൽ നിന്നുള്ള MLA ഋതബ്രത ബാനർജി എന്നിവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പാർട്ടി വൈസ് പ്രസിഡന്റ് ചന്ദ്രിമ ഭട്ടാചാര്യ ഒപ്പുവെച്ച കത്തിലൂടെയാണ് ഇരുവരുടെയും പുറത്താക്കിയ വിവരം അറിയിച്ചത്. ഔദ്യോഗിക നേതൃത്വം വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ ഇരുവരും തുടർച്ചയായി വിട്ടുനിന്നതായും പാർട്ടി താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നടത്തിയതായും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. BJP തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ സംഘടന വിടാനൊരുങ്ങുന്നു. പുതിയ പാർട്ടി രൂപീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. നാളെ ഡൽഹിയിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നാണ് വിവരം. നടൻ രജനികാന്തുമായി അണ്ണാമലൈ ചർച്ച നടത്തിയെന്നും വിവരങ്ങളുണ്ട്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രസവശേഷം കുഞ്ഞിനെ ശുചിമുറിയുടെ ജനലിലൂടെ വലിച്ചെറിഞ്ഞ സംഭവത്തിൽ കുഞ്ഞിന്റെ തുടർ സംരക്ഷണം ആലപ്പുഴ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. കുഞ്ഞിനെ അമ്മ തിരികെ ആവശ്യപ്പെട്ടതിനാൽ താൽക്കാലിക സംരക്ഷണത്തിനാണ് കുഞ്ഞിനെ ഏറ്റെടുത്തത്. അമ്മയ്ക്കൊപ്പം കുഞ്ഞിനെ വിടുന്നതിൽ നിയമപരമായ തടസ്സമുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനമായ ശേഷം മാത്രമേ കുഞ്ഞിനെ അമ്മയ്ക്ക് തിരികെ നൽകൂ. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ജില്ലയിലെ അംഗീകൃത ദത്തെടുക്കൽ കേന്ദ്രമായ ശിശുവികാസ് ഭവനിൽ കുഞ്ഞിനെ തുടർന്ന് സംരക്ഷിക്കും. 29 കുട്ടികളാണ് ശിശുവികാസ് ഭവനിൽ നിലവിൽ സംരക്ഷണയിലുള്ളത്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് അശ്വിനി കുമാർ മിശ്രയെ കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച നിയമിച്ചു. നിലവിലെ ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗുവിനെ സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്തിയതിനെ തുടർന്നാണ് ഈ നിയമനം. ഭരണഘടനയുടെ 223 അനുച്ഛേദം നൽകുന്ന അധികാരം ഉപയോഗിച്ച് രാഷ്ട്രപതിയാണ് ജസ്റ്റിസ് അശ്വിനി കുമാർ മിശ്രയെ താൽക്കാലിക ചീഫ് ജസ്റ്റിസായി നിയമിച്ചത്. വരാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ പരമ്പരാഗത പേപ്പർ പെൻ മാതൃകയ്ക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ജസ്റ്റിസുമാരായ PS നരസിംഹ, അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് തിങ്കളാഴ്ച ഈ നിലപാട് വ്യക്തമാക്കിയത്. ഇതോടെ ജൂൺ 21 നിശ്ചയിച്ചിരുന്ന പുനഃപരീക്ഷ നിലവിലുള്ള രീതിയിൽ തന്നെ നടപ്പാകുമെന്ന് ഉറപ്പായി. ഒരു പരീക്ഷ റദ്ദാക്കിയ ശേഷം വീണ്ടും ഒരു പരീക്ഷ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പുതിയ രീതിയിൽ സംഘടിപ്പിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും കോടതി ഓർമ്മിപ്പിച്ചു. ഹർജി വേനൽ കാലാവധിക്ക് ശേഷം ജൂലൈയിൽ പരിഗണിക്കാനായി കോടതി മാറ്റി.
മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ പുതിയ അഡീഷണൽ ഡയറക്ടർ ജനറലായി മലയാളി മേജർ ജനറൽ റേച്ചൽ തോമസ് ചുമതലയേറ്റു. 4 പതിറ്റാണ്ടുകാലത്തെ നീണ്ട സേവനത്തിന് ശേഷം മെയ് 31 വിരമിച്ച മേജർ ജനറൽ ലിസമ്മ PVക്ക് പകരക്കാരിയായാണ് 2026 ജൂൺ 1 മുതൽ റേച്ചൽ തോമസ് പുതിയ പദവിയിൽ നിയമിതയായത്. പൂനെയിലെ സായുധ സേന മെഡിക്കൽ കോളേജിലെ കോളേജ് ഓഫ് നഴ്സിംഗ് പൂർവ്വ വിദ്യാർത്ഥിയായ റേച്ചൽ തോമസ് 1988 ജൂൺ 1 മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ ഭാഗമാകുന്നത്. തെക്കൻ ലെബനനിലെ ബുഫോ കോട്ട പിടിച്ചെടുത്ത ഇസ്രായേൽ സൈന്യം. ഹിസ്ബുള്ളക്കെതിരായ ചെറുത്തുനിൽപ്പിൽ വലിയൊരു മുന്നേറ്റമാണ് കോട്ട പിടിച്ചെടുക്കുന്നത് വഴി നടന്നിരുന്നതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. 2000 അധിനിവേശം അവസാനിപ്പിച്ച ഇസ്രായേൽ പിന്മാറിയ ശേഷം ആദ്യമായാണ് ബുഫോ കൊട്ടാരം പിടിച്ചെടുക്കുന്നത്. 12ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട പുരാതന കെട്ടിടമാണ് ബുഫോ കോട്ട. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.